സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പഴനി യാത്ര ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈ പറയുന്ന അമ്പലത്തിൻ്റെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ ചെന്ന് റെസ്റ്റ് ചെയ്തിട്ട് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ദർശനം ഒക്കെ നല്ല സുഖമായിരുന്നു, ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് റൂമിലെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഏതായാലും കുറേ കൂടെ സമയമുണ്ട്. അപ്പോൾ നമുക്ക് രാത്രിയാണ് ഇനി തിരിച്ച് നാട്ടിലേക്കുള്ള ബസ്. അപ്പോൾ അതുവരെ റൂമിൽ നിന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഇറങ്ങിയതാണ്. അപ്പോൾ അതേ കുറേ ബസ്സുകൾ എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ ഇലക്ട്രിക് ബസ്സുകൾ ഇങ്ങനെ പാസഞ്ചേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വേറൊരു ചെറിയൊരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലിട്ട് എത്തിയേക്കോട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ടൊരു പീസ്ഫുൾ ആൻഡ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ടാണ് അത്. എന്ന് വെച്ചാൽ നമുക്ക് നേരെ ഇതേ കാണുന്ന മേളിൽ മലമുകളുണ്ട്, അത് പഴനിമലയാണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഈ ഒരു അമ്പലം വരുന്നത്. ഒരു നല്ലൊരു ഗുഡ് ആംബിയൻസ് ആണ്, ഒരു ദേവീ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ദേവിയുടെ പ്രതിഷ്ഠയൊക്കെ കാണുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതേ മേളിൽ കാണുന്നതാണ് പഴനി മല. അപ്പോൾ അതിൻ്റെ താഴെയായിട്ടാണ് നമുക്ക് ഈ ഒരു അമ്പലം വരുന്നത്. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്പോട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ ഗണപത് ഗ്രാൻഡ് എന്ന് പറയുന്ന മറ്റേ ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഏകദേശം വരും. അതെ, വലിയൊരു ആൽമരമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് അമ്പലം. അപ്പോൾ വളരെ ശാന്തം സമാധാനമായിട്ട് ഇവിടെ വന്ന് നല്ല നമ്മുടെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമുക്കിവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അമ്പലത്തിലെ തിരക്കൊന്നുമില്ല ഇപ്പോൾ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് അവിടെയൊക്കെ ഇരിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. നല്ലൊരു ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് നല്ല വലിയ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മയിലിൻ്റെ ഒക്കെ ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഈ കാണുന്നൊരു വലിയൊരു ആൽമരമാണ്. അതിൻ്റെ ചുവട്ടിലതിങ്ങനെ ഗ്രില്ലൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ശാന്തസുന്ദരമായൊരു സ്ഥലം. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് ഇവിടെ ഒരു മണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 കൂട്ടം മണിയുണ്ട് ഇവിടെ. അപ്പോൾ ഞാനൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ നമുക്ക് ഇവിടെ വന്നത് ഭക്തജനങ്ങൾക്ക് സ്വന്തമായിട്ട് അടിക്കാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. ഈ ചെറിയൊരു മണിയുണ്ട്, അതെ വലിയ മണി ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നാണ് ഇവിടെ തൊഴാൻ വന്നൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ചുറ്റും ഒരു കാട് പോലെ, ആ കാടിന് നടുക്കതേ ഈ പറയുന്ന പോലെ ഒരു ദേവിയുടെ ക്ഷേത്രം. നല്ല കോമ്പൗണ്ട് ഉണ്ട്, അവിടെ ഒത്തിരി ചെടികളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു നല്ലൊരു ഗുഡ് ആംബിയൻസ് തരുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഏതായാലും പഴനി വന്നു. അപ്പോൾ പഴനിയിൽ ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിൽ വന്നപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് തന്നെ. ഒത്തിരി മാറി കേട്ടോ, പഴനിയിലെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒത്തിരി മാറി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് ഇനി അപ്കമിങ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ഒരു ഇലക്ട്രിക് ബസ് ചുറ്റി നടക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ്പ് വാച്ചിങ് സ്ട്രാൻഡ്സ് ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, അപ്പോൾ അടുത്ത വിശേഷങ്ങൾ, പഴനി യാത്രയുടെ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.